ഹലോ ചേച്ചി, ഞാൻ വെച്ചോടത്ത് നിന്റെ കീ കാണുന്നില്ല. പോരാത്തതിന് ഈ വാതിലൊക്കെ പൂട്ടി കിടക്കുന്നുണ്ടല്ലോ, എന്തുപറ്റി? എനിക്ക് 2 ദിവസത്തെ ടൈം തന്നതായിരുന്നു മുഴുവൻ കുടിശ്ശിക അടിച്ച് തീർക്കാൻ. പക്ഷെ നീ ചെയ്തില്ല. ഇനി അത് നടക്കില്ല. ചേച്ചി ഇപ്പൊ ഇറക്കി വിട്ടാൽ ഞാൻ എങ്ങോട്ട് പോകാനും ചേച്ചി? പ്ലീസ് ചേച്ചി, എനിക്ക് കുറച്ച് ദിവസത്തിനും കൂടി ടൈം തന്നാൽ മതി, ഞാൻ ഫുൾ അടിച്ച് തീർത്തോളാം. നീ ലഗേജ് എടുത്ത് ഇങ്ങോട്ട് പോരെ. നിന്നോട് എത്ര നാളായി പറയുന്നു ഇങ്ങോട്ട് പോരാൻ? നീ അപ്പൊക്കെ പറയും ഇല്ല ഇല്ല. ഇങ്ങോട്ട് പോന്നളാ. എന്താണ് ദൈവമേ, എന്റെ ജീവിതം മാത്രം ഇങ്ങനെയായി പോയത്. ജന്മിച്ച തമ്പിയും തള്ളി ആരാന്ന് പോലും അറിയാത്ത പാഴ്ജന്മം. ശരിയാണ്, പുറത്തുനിന്ന് കാണുകൾക്ക് തോന്നും വലിയ കാറ്, ബംഗ്ലാവ്, ഇഷ്ടം പോലെ പണം. പക്ഷെ ജീവിതത്തിൽ ഞാനെന്നും ഒരു തോൽവിയായിരുന്നു. മമ്മി മമ്മി ഇപ്പൊ എവിടെയാണ്? ഐ റിയലി മിസ് യു മമ്മി. എന്തിനാ മമ്മി എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന്? അതുകൊണ്ടല്ലേ ഇതൊക്കെ? അല്ലെങ്കിൽ ഞാൻ അവിടെ തന്നെ നിൽക്കുമായിരുന്നില്ല. ആഹാ, പപ്പേന്റെ മോൻ ഇവിടെ ഇരിക്കായിരുന്നു. പപ്പ എവിടെയെല്ലാം തപ്പി. അയ്യോ, മോൻ കരയായിരുന്നു. മോൻ എന്തിനാ കരയുന്നേ? പപ്പ മോനെന്ന് സ്നേഹിച്ചതല്ലേ? പപ്പ തനിക്ക് ആ പേരിന്റെ അർത്ഥം അറിയുള്ളൂ. അല്ലാതെ ഞാൻ എന്ത് ചെയ്യണം? ഏതോ ഒരുത്തൻ്റെ കുഞ്ഞിനെ എൻ്റെ കുഞ്ഞിനെ പോലെ നോക്കണം. ഒരു ബെനിഫിറ്റും ഇല്ലാതെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാൻ അത്ര പുണ്യാളനൊന്നുമല്ല. ഈവൻ ഞങ്ങൾ തമ്മിലുള്ള കല്യാണം പോലും ഒരു ബെനിഫിറ്റിൻ്റെ പുറത്തായിരുന്നു. അതിനിടയ്ക്ക നീ കയറി വന്നത്. എടോ, തന്നെ ഞാൻ എന്ത് തെറ്റാണോ ഞാൻ എൻ്റെ മമ്മി തന്നോട് ചെയ്ത്? മമ്മി ഒരു പാവായിരുന്നില്ലേ? അതിപാവമായിരുന്നു. ദ ഗ്രേറ്റ് ബിസിനസ്മാൻ അരുൺ വർമ്മയുടെ ഏക സന്താനം. ഞാൻ അവളെ കിട്ടിയത് അവൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു. ബട്ട് എൻ്റെ എല്ലാ പ്രതീക്ഷകളും കണക്കുകൂട്ടലും തെറ്റിച്ചുകൊണ്ടാണ് അവൾ നിന്നെ ദത്തെടുത്തത്. തെറ്റിയില്ല എൻ്റെ എല്ലാ പ്രതീക്ഷകളും. ഏതോ തെണ്ടിത്തിരിഞ്ഞ പീറ ചെക്കനെ വലിച്ചു കൊണ്ടുവന്ന് മകനാണെന്ന് പറഞ്ഞ് മുമ്പിൽ നിർത്തി. അതാ ഒരു ആക്സിഡന്റ് ഉണ്ടാക്കിയത്. രണ്ടിനെയും ഒപ്പം തട്ടാനാ തീരുമാനിച്ച്. ബട്ട് ആയുസിന്റെ ബലം കൊണ്ട് രണ്ടും ജീവനോട് നിന്നു. നിനക്കെന്താടാ ദേഷ്യം വരുന്നുണ്ടോ? ഇപ്പൊ ഈ ലോകത്ത് അവൾ ജീവനോടെ ഇരിക്കുന്നുണ്ടെന്ന് നിനക്ക് മാത്രമേ അറിയൂ. ബട്ട് നിന്റെ മമ്മിക്കറിയില്ല നീ ജീവനോടെ ഇരിക്കുന്നുണ്ടെന്ന്. എനിക്കെതിരെ നീ ഒരു ചെറുവിരൽ അനക്കിയാൽ അവളെ ഞാൻ കൊല്ലും. വേണ്ട, മമ്മീനൊന്നും ചെയ്യണ്ട. ഞാൻ നിങ്ങൾ പറയുന്നതൊക്കെ അനുസരിച്ചോളാം, പ്ലീസ്. ആ, നല്ല കുട്ടി. അങ്ങനെ വെച്ച് പപ്പ പുറത്തു പോയിട്ട് വരട്ടോ. പപ്പയ്ക്ക് കുറച്ച് പണിയുണ്ട്. എടോ, തനിക്കറിഞ്ഞൂടെ ക്യാമ്പസിൽ സ്മോക്ക് ചെയ്യാൻ പാടില്ലെന്ന്? ഇല്ല, പറഞ്ഞു തന്നതിന് വളരെ നന്ദി. തനിക്കൊന്നും വേറെ പണിയില്ലടോ. ഏത് നേരം സ്മോക്കും ചെയ്തും മറ്റുള്ളവരെ റാഗും ചെയ്തും നടക്കുന്നത്. തനിക്കൊക്കെ ഒന്ന് നന്നായിക്കൂടെ? തുടങ്ങിയല്ലോ ഉപദേശം. അല്ല, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കാണ്. നിങ്ങൾക്ക് വേറെ പണിയൊന്നില്ലേ? നിന്റെ ഗ്യാങ്ങിൽ പെട്ടവര് എല്ലാരെയും നന്നാക്കിയിട്ട് അടങ്ങുള്ളൂ എന്ന് തീരുമാനിച്ച് നടക്കുകയാണോ? ഒരുത്തതാ മറ്റവനെ നന്നാക്കാൻ പറയുന്നു, ഇപ്പൊ നീ അതാ എന്നെ നന്നാക്കാൻ പറയുന്നു. ഒരു പണിയില്ല നിങ്ങൾക്കൊന്നും. ഒരു കാര്യം പറഞ്ഞേക്കാം, ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ട് പണി വാങ്ങണ്ട. മോൻ പഠിക്കാൻ വന്നതാന്ന് വെച്ചാൽ പഠിച്ചാ മതി. ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ട.
എനിക്ക് നിങ്ങളെ കാര്യത്തിൽ ഇടപെടണമെന്ന് ഒരു നിർബന്ധവുമില്ല. പിന്നെ ഈ പുക വലിക്കുമ്പോൾ അത് വലിക്കുന്നതിനേക്കാൾ അത് എഫക്റ്റ് ചെയ്യുന്നത് അത് ശ്വസിക്കുന്നവനൊക്കെ. എന്നാ നീ വലിക്കടാ, ഞാൻ ശ്വസിക്കാം. എന്നാൽ തനിക്ക് വലിക്കുന്നത് നിർത്താൻ പാടില്ല അല്ലേ? നീ എന്തിനാടാ എന്നെ കയറി നിൽക്കുന്നത്? ഞാന് കെയറിങ്, അതും നിന്നെ. നെവർ, ഐ വിൽ കംപ്ലൈന്റ് ദിസ്. ഓ, നീ കംപ്ലൈന്റ് ചെയ്യും? എനിക്ക് കംപ്ലൈന്റ് ചെയ്യാൻ ഇത്രയും ഇഷ്ടമാണോ? എന്നാ ഇതും കൂടി കൂട്ടി കംപ്ലൈന്റ് ചെയ്യും. താനിത് എന്താടോ കാട്ടിയേ? നീയല്ലേ പറഞ്ഞ കംപ്ലൈന്റ് ചെയ്യാൻ പോവെന്ന്. ഇതും കൂടി കൊടുത്തേക്ക്, സ്ട്രോങ് ആവട്ടെ. എന്താടാ തുറിച്ചു നോക്കുന്നേ? കിട്ടിയതൊന്നും പോരാന്നിട്ടോ, ഇനിയും വേണോ? എടാ സിയാനെ, എന്താണ് മോനെ അവിടെ ഒരു ചുറ്റിക്കളി? എന്ത് ചുറ്റിക്കളി? അവിടെ ഒരു ചുറ്റിക്കളിയില്ല. വേണ്ട മോനെ, വേണ്ട മോനെ, ആ കളി ഇവിടെ വൈകൂല. ഞാൻ കണ്ടതാണല്ലോ അവിടുത്തെ കാര്യങ്ങളൊക്കെ. അവനൊരു ഡൗട്ട്, അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തതാ. അതെ അതെ, നല്ല ഡൗട്ട് ക്ലിയറിങ് ആയിരുന്നല്ലോ. നിനക്ക് അതൊക്കെ നോക്കലോ പണി. നിന്റെ ഡാൻസ് പ്രാക്ടീസ് തീർന്നോ? അതൊക്കെ തീർന്നോണ്ടല്ലേ ഞാൻ നിന്നെ വിളിച്ചേ. എന്നാ വാ പോവാം. നീ സൂക്ഷിച്ചോ, അവൻ കംപ്ലൈന്റ് കൊടുക്കും. ഏയ്, അതിനുള്ള ധൈര്യമൊന്നും അവനിക്കില്ല. പിന്നെ നമുക്ക് ആരവിൻ്റെ അടുത്തൊക്കെ പോണ്ടേ? പോണം. ജീവനോടെ ഉണ്ടാവും എൻ്റെ ചെക്കൻ. ഓരോ മേനോനെ, സസ്പെൻഷൻ കഴിഞ്ഞ് നീങ്ങിട്ട് വാ. നിനക്കുള്ള പണി ഇവിടെ കാത്തിരിക്കുന്നുണ്ട്.